ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സെയിൽസ് മേഖലയിലായാലും അതല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റിന് റെഗുലർ ആയിട്ട് പോകുന്ന ആളുകൾക്കായാലും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് നെക്ക് പെയിൻ, ബാക്ക് പെയിൻ തുടങ്ങിയവ. പ്രധാനമായിട്ടും ഒരേ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ സമയം ട്രാവൽ ചെയ്യുമ്പോൾ നെക്ക് മസിൽസും ബാക്ക് മസിൽസും ഇമ്പേർഡായി പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് സെലക്ഷൻ ഓഫ് ബൈക്ക്. അതായത് ഒരുപാട് ദൂരം നമുക്ക് ബൈക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ് നമുക്കുള്ളതെങ്കിൽ അതിന് ഇണങ്ങുന്ന ബൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അവെയർ ആയിട്ടിരിക്കുക. നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലും ബാക്കിലും സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങളെല്ലാം വരുത്തിയതിനു ശേഷം റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നെക്കും ബാക്കും റിലാക്സ്ഡ് ആക്കി പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ലോങ് ട്രാവലിന്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ചെറിയ സ്ട്രെച്ചസും മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും അല്ലെങ്കിൽ സമയത്തിന് എത്താനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട്സ്, അതായത് റോഡിന്റെ കണ്ടീഷൻ നോക്കാതെ ഷോർട്ട് കട്ട്സ് ഒക്കെ എടുത്ത് പോകാറുണ്ട്. അപ്പൊ എല്ലാ പോക്കറ്റ് റോഡും എല്ലാ ഷോർട്ട് കട്ട്സിൽ കൂടെ പോകുമ്പോഴും നന്നാവണം എന്നുണ്ടാവില്ല. അപ്പൊ ഗട്ടറുള്ള റോട്ടിൽ കൂടെ ഒക്കെ റെഗുലർ ആയിട്ട് ഒരുപാട് സഞ്ചരിക്കുകയാണെങ്കിൽ മെല്ലെ ജോയിന്റ് സ്ട്രെയിൻ, അതുപോലെ മസിൽ സ്ട്രെയിൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് നമ്മുടെ നെക്ക് മസിൽസിന്റെയും ബാക്ക് മസിൽസിന്റെയും ആ ഒരു മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു.